ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫീസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് ഡിസ്കവർ സ്റ്റിക്കർ പാക്ക് എന്നത്. നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് സ്റ്റിക്കറുകൾ അയക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ സ്റ്റിക്കറുകൾ അയക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായി ഇവിടെ ഒരു ഇമോജി ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിക്കറുകളും അതുപോലെ ഇമോജീസും എല്ലാം അതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ചെറിയൊരു മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ? അതെ, ഇവിടെ ആയിട്ട് താഴെയായിട്ട് നമുക്ക് ഓരോ സ്റ്റിക്കറിൻ്റെയും ഷോർട്ട് കട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ ഷോർട്ട് കട്ടിലും ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്റ്റിക്കറുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ ആനിമൽ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം സ്റ്റിക്കറുകൾ മാക്സിമം ഉള്ള സ്റ്റിക്കറുകളെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, അടുത്തതാണ് ആക്ടിവിറ്റി, അടുത്തതാണ് ട്രാവൽ ആൻഡ് പ്ലേസ്, അടുത്തതാണ് ഒബ്ജക്റ്റ്, അടുത്തതാണ് സിമ്പിൾസ്, അടുത്താണ് ഫ്ലാഗ്. അപ്പം അത്തരത്തിൽ ഓരോരോ ഇമോജീസിൻ്റെ ഷോർട്ട് കട്ടുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ ഇമോജീസിൻ്റെ മാത്രമല്ല സ്റ്റിക്കറിൻ്റെ ഷോർട്ട് കട്ടും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കാമെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഓരോരോ അടിപൊളി സ്റ്റിക്കറുകളുടെ അതുപോലുള്ള ഷോർട്ട് കട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ മാറ്റമാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ വാട്സപ്പിലും ഇത് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് എന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.